ടീത്ത് പോയി, അതും വൈറലായി. ഇത് ടീത്ത് പോയതാണോ? അത് വൈറലായോ? ആ വൈറലായി മൊത്തത്തിൽ. പിന്നെ അത് ഹർഷബയുടെ കൈ കൊടുത്ത്, അപ്പൊ ഹർഷബയ പറഞ്ഞ് മറ്റേ ഹർഷബയുടെ വൈഫ് ഭാരതി ദീദി വന്നിട്ടില്ല. അത് കുറച്ച് മാസം കഴിഞ്ഞിട്ടില്ല. അപ്പൊ വന്നിട്ടില്ല. അപ്പൊ ഇതിനു മുന്നേ ഞാൻ ഹർഷബയ്ക്ക് കൊടുത്ത് ടി വി തന്നെ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുത്തപ്പം സാറ് പറഞ്ഞത് ഇത് ഞാൻ ഭാരതി ദീദിയുടെ കയ്യില് മോതിരാക്കിയിട്ട് ഇത് ഭാരതി ദീദിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നു. പല്ലൊക്കെ വെച്ചിട്ട് തടിയൊക്കെ വെച്ച് പണിതിട്ട് ഭാരതി ദീദിയുടെ കയ്യിൽ കൊണ്ടിടുന്നു. അപ്പൊ പല്ല് പോയത് അങ്ങനെ ഒരു ഗുണം കിട്ടി പല്ല് പോയതുകൊണ്ട് അല്ലേ? മോനായിട്ട് പറിച്ചെടുത്തതാണോ പല്ല്? അല്ല, ഇത് അമ്മ പറിച്ചെടുത്താ. ഇതാണ്ട ഈ 2 എണ്ണം പോയതാ. ഇപ്പൊ പുതിയത് വന്നത് ഈ 2 എണ്ണം പോയതാ. പിന്നെ അത് പുതിയത് വന്നു, മുംബൈ തന്നെ പോയതാ. ഒരെണ്ണം കേരളത്തിൽ പോയി, ഒരെണ്ണം മുമ്പ്. പിന്നെ വേറെ കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ പാട്ട് പാടുന്ന സമയത്ത് നമ്മൾ സാന്നൊക്കെ പറയുമ്പോ ഈ പല്ല് എന്ന് പറഞ്ഞ ആയി പോവില്ലേ? ഇല്ല, കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മള് ഇങ്ങനെയൊക്കെ പാടുമ്പോ ഒരു കാറ്റ് വരുന്നുണ്ടോ? അശ്വടാ. ഇനി അതിന്റെ ഫൈനലിലേക്ക് വരാം. ഫൈനലിൽ കഴിഞ്ഞ് വന്നപ്പോ മോൻ എന്തായാലും അമ്മനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി കാണും അല്ലേ? അപ്പൊ അമ്മ എന്താ പറഞ്ഞത്? ഫൈനൽ കഴിഞ്ഞു അമ്മനെ കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുത്തതാണ്. അമ്മ പറഞ്ഞ് ഓക്കെ ഇതൊക്കെ ശരിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കൊറേ സമാധാനം പിടിച്ച് അങ്ങനെയൊക്കെ ഇതാക്കി. ആവിർഭവേ, ഞാൻ വേറൊരു വൈറലായിട്ടൊരു വീഡിയോ കണ്ടായിരുന്നു. അങ്ങനെ പാടാൻ വരുന്ന സമയത്തേക്കും ഒരു കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. മോനോട് പറയും നിർത്ത് എന്ന് പറഞ്ഞിട്ട് അത് പിഹു അല്ലേ? പിഹു ഈ പേര് എനിക്ക് അറിഞ്ഞൂടാ. പിഹു ഒരു പെൺകുട്ടിയാണ് സത്യം പറഞ്ഞ. പക്ഷെ പെൺകുട്ടി അതൊരു കാര്യം. പിന്നെ ഇതിനു മുന്നേ ഞാൻ ടോപ് സിംഗിൽ പോയപ്പോ അവിടെ ഒരു പെണ്ണുണ്ടായിരുന്നു പിഹുവിനെ പോലെ തന്നെ. നാരാസ് അവിടെ ഉണ്ട്. അത് നാരാസ് എന്ന് പറഞ്ഞ കട്ടി എന്ന് പറഞ്ഞ ഇതല്ല, എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു. അവിടെ അതെ നാരാസ് കട്ടി എന്നൊക്കെ പറയും. കട്ടി എന്നൊക്കെ പറയുമ്പോ അത് തന്നെ കട്ടി എന്ന് പറയുമ്പോ എനിക്ക് ഇഷ്ടമല്ല. അത് തന്നെയാ ടോപ് സിംഗിൽ നടന്നത്. ആ ടോപ് സിംഗിൽ ഇന്ത്യയിൽ ജഗട അത് തന്നെയാ പ്രശ്നം. അയ്യോ, എന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇതായി പോയത്. നല്ലോണം ഹിന്ദി ഒക്കെ പഠിച്ചല്ലേ? ഹിന്ദി എങ്ങനെയാ വീട്ടില് എങ്ങനെ? ഹിന്ദി വെറുതെ നമ്മള് സംസാരിച്ചല്ലേ ഹിന്ദി പഠിക്കാൻ പറ്റുള്ളൂ ഈ ആൾക്കാരായിട്ട് ഇടപഴകുമ്പോ? ഹിന്ദിയൊക്കെ സംസാരിക്കാൻ നമുക്ക് സിമ്പിൾ അല്ലേ? എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ യൂട്യൂബിൽ നോക്കി 5 മാസമെങ്കിലും പഠിച്ചു തരും. 5 മാസമായിട്ടും പഠിച്ചു തരും. ഇത് യൂട്യൂബ് നോക്കി 5 മാസം കൊണ്ട് ഹിന്ദി പഠിച്ച് എക്സ്പേർട്ട്. പിന്നെ എല്ലാവരെയും കേട്ട് ഞാൻ പഠിച്ചു. അപ്പൊ വീട്ടില് അച്ഛനമ്മയ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അമ്മ തു ക്യാ കർത്തേ ഹോ അത് ചോദിക്കാറുണ്ടോ? അങ്ങനൊന്നും ചോദിക്കാറില്ല. പക്ഷെ ആരെങ്കിലും ചേച്ചിനോട് ചോദിച്ചാൽ ചേച്ചിക്ക് ഇംഗ്ലീഷ് അറിയാം, അതുകൊണ്ട് ചേച്ചിക്ക് സിമ്പിളാ.